ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട്ടിലെ പുതിയ താമസക്കാരുടെ പ്രേതാനുഭവം. രാമേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനുണ്ടായ പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. നാട്ടിൽ നിന്നും വിറ്റുപറക്കി രാമേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനും കുടുംബസമേതമായി കാടിനുള്ളിലുള്ള ഒഴിഞ്ഞ വീട്ടിൽ താമസിക്കുവാൻ വന്നു. തന്നെയുമല്ല, അവിടെയുള്ള തോട്ടത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഗ്യാസ് സ്റ്റൗവും ഇൻഡക്ഷൻ സ്റ്റൗവും കൂടിയെടുത്ത് എളുപ്പപാചകം തുടങ്ങിയതും രാത്രി അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു. ആദ്യത്തെ 2 ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞതും എവിടെ നിന്നോ ഒരു നായ്ക്കളുടെ ഊഴൽ കേട്ടു. സമയം നോക്കിയതും രാത്രി 12 മണി. കൂരിച്ചൊരിയുന്ന മഴയും. കുട്ടികളാണെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ശരീരത്തോട് ചേർന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെ രാജേന്ദ്രൻ ജോലിക്ക് ഓൺലൈൻ എടുത്ത് എന്തായാലും നന്നായി എന്ന് വേണം പറയാനായിട്ട്. കാരണം പിള്ളേരെല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നും പിള്ളേരെന്തോ കൊണ്ട് ഭയന്ന് കരയാൻ തുടങ്ങി. പിള്ളേരോട് ചോദിച്ചതും അവിടെ ഒരു വെള്ള സാരി കൊടുത്തൊരു ചേച്ചി ഞങ്ങളെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അമ്മയും വന്ന് നോക്കിയപ്പോൾ അവർ അന്തരീക്ഷത്തിൽ വായു പോലെ അലിഞ്ഞില്ലാതെയായി. വീണ്ടും 3 മാസത്തിന് ശേഷം അമ്മയും ഇത് കണ്ടു. അങ്ങനെ കുട്ടികളും അമ്മയും ചെറിയമ്മയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മയും ചെറിയമ്മയും പിള്ളേരെയും കൂട്ടി നേരെ പോയത് മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെയൊക്കെ അവർ തകിടും വാങ്ങി ചരുണം ജപിച്ച് കഴുത്തിൽ കെട്ടിയതും ആ ആത്മാവിന് അവരുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അവർ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെങ്കിലും അവർ സർവശക്തിയുമെടുത്ത് സാക്ഷാൽ ശ്രീപരമേശ്വരനെ വിളിച്ച് ധ്യാനിച്ചു. ശ്രീപരമേശ്വരൻ പ്രത്യക്ഷയായി. ഞങ്ങളെല്ലാവരും ശ്രീപരമേശ്വരൻ്റെ